ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറി നിർണായകം. പിടിച്ചെടുത്ത ഡയറിയിൽ ഇ സമൻസ് ലഭിച്ച ആളുകളുടെ പേരുകളുണ്ട്. തട്ടിപ്പിനിരയാക്കേണ്ട ആളുകളെ തെരഞ്ഞെടുക്കുന്നത് രഞ്ജിത്ത് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഡയറി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരുന്നു. വിഷ്ണു സുരേഷാണ് ചേർന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അഴിമതിക്കും അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്കും എതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ വിഷയത്തിൽ പ്രതികളാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രഞ്ജിത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സമൻസ് ലഭിച്ച ആളുകളുടെ പേരുവിവരങ്ങൾ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണോ? അങ്ങനെയാണോ ഇവർ ഈ തട്ടിപ്പിനുള്ള ആളുകളെ കണ്ടെത്തുന്നത്? ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടയാൾ രഞ്ജിത്ത് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഒരു മുഖ്യ സൂത്രധാരൻ രഞ്ജിത്താണ്. രഞ്ജിത്തിന് ഈ സാമ്പത്തിക ഇടപാടുകൾ, അതായത് ഇ രജിസ്റ്റർ ചെയ്യുന്ന ഫെമ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഇയാളുടെ പക്കലുണ്ട്. അങ്ങനെ ഇയാളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റാണ് ഡയറിയിൽ നിന്ന് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം തട്ടേണ്ട ആളുകളെ വിളിച്ചു വരുത്തി, ഇ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും, പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതുമാണ് ഇവരുടെ രീതി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. പക്ഷേ അതിലൊരു വിശദമായ അന്വേഷണം വേണം. ഈ ഡയറി കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താനാകില്ല. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സാമ്പത്തിക ഈ വ്യവസായികളുമൊക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ആണ് എന്ന് പറഞ്ഞ് അയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞൊഴിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പേരുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ഇന്ന് രഞ്ജിത്തിനെയും അതോടൊപ്പം വിൽസനെയും മുകേഷിനെയും പിടിയിലായ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ഇന്നലെ ഒരു പ്രാഥമിക റൗണ്ട് ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. ആ ഘട്ടത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഇന്നലെ പ്രതികൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് വിജിലൻസിന്റെ പക്കലുള്ള തെളിവുകൾ നിരത്തിയായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അത് ഏറ്റവും നിർണായകവുമാണ്. അവർ എന്ത് അറിയില്ല എന്ന് പറഞ്ഞാലും അതിനെ ഖണ്ഡിക്കുന്ന തെളിവുകളൊക്കെ വിജിലൻസിന്റെ പക്കലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ 2 പേരാണ് ഇപ്പോൾ പിടിയിലുള്ളത്. അതിലൊന്ന് മുകേഷും മറ്റൊന്ന് രഞ്ജിത്തുമാണ്. വിൽസൺ ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി, അതായത് ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ആളാണ്. ഇതിന് ആസൂത്രണവും ഇതിൻ്റെ ഒരു കളവും ഒരുക്കി കൊടുക്കുന്നത് രഞ്ജിത്തും ഈ മുകേഷും ചേർന്നാണ്. തട്ടിയെടുക്കുന്ന പണം ഹവാലയായി മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നത് മുകേഷാണെന്നും വിജിലൻസിന്റെ പ്രാഥമികമായ നിഗമനമുണ്ട്. ഇത് മൊഴികളുടെയും അതോടൊപ്പം തന്നെ ചില ഡിജിറ്റൽ തെളിവുകളിലും മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ വേണം. എന്നാൽ മാത്രമാണ് ഈ കേസിലെ 1-ാം പ്രതി എന്ന് വിശേഷിപ്പിക്കുന്ന ശേഖർ കുമാറിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ശേഖറിനെ വിളിച്ചു വരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. ശേഖർ ഒരു ഇ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഈ പിടിയിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശേഖറിനെ വിളിച്ചു വരുത്തിയാൽ അത് തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഇൻഡെപ്തായി അന്വേഷിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ശേഖറിനെ വിളിപ്പിക്കാം എന്നുള്ളതാണ് ഇ ഡിയുടെ തീരുമാനം. രഞ്ജിത്തിനെയും മുകേഷിനെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇ ഡിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലൊക്കെ എത്രയോ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ പേരിന് ഒരു സൽകീർത്തി ഉണ്ടായിരുന്ന ആ പേര് നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വരുമ്പോൾ ഇവർ ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ള വിവരം. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രതിപക്ഷം ഇത് ഒരു വടിയാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു വശം കൂടി ഈ കേസിനുണ്ട്. ഇത് രാഷ്ട്രീയമായി കൂടി ഈ കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇ ഡി ഒരു സെറ്റിൽമെന്റ് ഏജൻസി ആണോ എന്നാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ ഇന്നലെ ചോദിച്ചത്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ CPM-ന്റെ മന്ത്രിമാരും ഒക്കെ അക്കാര്യങ്ങൾ പറയുകയും ചെയ്തു, ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തുടനീളം ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ആ കൺവിക്ഷൻ റേറ്റ് കുറയാൻ കാരണം ഇ ഡി ഇത്തരത്തിൽ കേസ് സെറ്റിൽ ചെയ്യുന്നു. അതായത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ് നമുക്കറിയുന്നത്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കേസുകൾ, കരുവന്നൂർ പോലെയുള്ള കേസുകളുടെ വിവരങ്ങളൊക്കെ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അതല്ലാതെ ഒരുപാട് കേസുകൾ ഇ ഡി അന്വേഷിക്കുകയും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ECIR ഇട്ടാൽ മാത്രം മതി അവർക്കൊരു റിപ്പോർട്ട്, ECIR ഇട്ടാൽ മാത്രമാണ് അവർക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുള്ളൂ. അല്ലാതെ പ്രാഥമിക അന്വേഷണത്തിന് ഇത്തരത്തിൽ ആളുകളെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ കേസിൽ കാര്യമായ കണ്ടെത്തലുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാനും ഒക്കെ അപ്പോൾ ഇതിനെല്ലാം ഇവർ പണം വാങ്ങുന്നുണ്ട് എന്നൊരു നെഗറ്റീവാണ് ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുള്ളത്. അത് പ്രധാനമായും ഈ കേസിന്റെ പശ്ചാത്തലത്തിലാണ്. ഇ ഡി വലിയ പ്രതിരോധത്തിലാണ്. ആഭ്യന്തര അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട ശേഖർ കുമാറിനെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായ ഇടപെടലിലൂടെ തങ്ങൾക്കുണ്ടായ ഈ ചീത്തപ്പേര് മാറ്റാനുള്ള ഒരു ശ്രമം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നു. 2 വശങ്ങൾ, അതായത് ഒന്ന് ഇ ഡി പ്രതിരോധിക്കാനും മറ്റൊന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ഇ ഡിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടി അല്ലെങ്കിൽ ഇ ഡിക്കെതിരെയുള്ള ആരോപണം കൂടുതൽ കടുപ്പിക്കാനും ഈ കേസ് രാഷ്ട്രീയമായി കേരളത്തിലെ CPM-നെയും കോൺഗ്രസിനെയും സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.